പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണെന്ത് ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിനെ അതുകൊണ്ട് തന്നെ പലപ്പോഴും പറയൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള ഹെഡിങ് അല്ല പലപ്പോഴും പലരും യൂസ് ചെയ്യൽ, പകരം യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് എന്നാണ് പറയുന്നത്. അത്രയും പ്രധാനപ്പെട്ട ഭാഗമാണ് ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം SI യൂണിറ്റ് പ്രകാരം നമുക്ക് എത്ര ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്? SI യൂണിറ്റ് പ്രകാരം നമുക്ക് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട് അല്ലേ? നമുക്ക് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ 7 ബേസ് ക്വാണ്ടിറ്റീസ് SI യൂണിറ്റ് പ്രകാരം നമുക്കുണ്ട്. 7 ബേസ് ക്വാണ്ടിറ്റീസ്. ഈ 7 ബേസ് ക്വാണ്ടിറ്റീസിൽ നിന്ന് നമുക്ക് വേറെ ഏത് ക്വാണ്ടിറ്റിയെയും ഉണ്ടാക്കിയെടുക്കാം എന്നാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതായത് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് അവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടോ ഡിവൈഡ് ചെയ്തിട്ടോ ബാക്കി ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്തരം ക്വാണ്ടിറ്റീസിനാണല്ലോ നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് നമ്മൾ പറയുന്നത് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ 7 പില്ലേഴ്സ് ഓഫ് ദ വേൾഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 7 പില്ലേഴ്സ് ഓഫ് ദ വേൾഡ്. നോക്കൂ, കാരണം ഓൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് സം കോമ്പിനേഷൻ ഓഫ് ദ 7 ഫണ്ടമെൻ്റൽ ഓർ ബേസ് ക്വാണ്ടിറ്റീസ്. ഏതും നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. മനസ്സിലായല്ലോ? വി കോൾ ദീസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആസ് ദ 7 ഡയമെൻഷൻസ് ഓഫ് ദ വേൾഡ് ഓർ 7 പില്ലേഴ്സ്. അതാണ് 7 ഡയമെൻഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഈ 7 ക്വാണ്ടിറ്റീസിനെ നമ്മളിങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കൂ, മാസ് എന്ന് ഞാൻ അങ്ങനെ എഴുതിയാൽ എന്താ വായിക്കുക? മാസ്. ഇതിനങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടാൽ എന്താ വായിക്കുക? അപ്പോൾ ഇതിനെ ഡയമെൻഷൻസ് ഓഫ് മാസ് എന്നാണ്, അല്ലെങ്കിൽ ഡയമെൻഷൻ ഓഫ് മാസ്. മാസ് ആകുമ്പോൾ ഡയമെൻഷൻ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് സ്പീഡിനെ ഞാൻ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താ വായിക്കുക? ഡയമെൻഷൻസ് ഓഫ് സ്പീഡ് എന്നാണ്, പ്ലൂരലാണ്. ഇവിടെ ഞാൻ സിംഗുലറായി യൂസ് ചെയ്തു കേട്ടോ. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഓൺ ദ വേ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇപ്പോഴും ഡയമെൻഷൻ എന്താ നിങ്ങൾ പറഞ്ഞിട്ടില്ല. നമ്മൾ ഇവരെ 7 ഡയമെൻഷൻസ് ഓഫ് ദ വേൾഡ് എന്ന് വിളിക്കുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണിത് എക്സ്പ്രസ് ചെയ്യുക, റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് കാണാം. എന്നിട്ട് നമ്മൾ പതുക്കെ ഡയമെൻഷൻ എപ്പോഴും പറഞ്ഞിട്ടില്ലേ, അതിലേക്ക് പോകാനിരിക്കുന്നുള്ളൂ. അപ്പോൾ നോക്കൂ, ലെങ്ത്തിൻ്റെ കേസിൽ ഡയമെൻഷൻ ഓഫ് ലെങ്ത്ത് എന്നുള്ളതിന് അതിൻ്റെ ഡയമെൻഷണൽ സിമ്പിളായിട്ട് നമുക്ക് ലെങ്ത്തിന് കൊടുക്കൽ ക്യാപിറ്റൽ എൽ. അപ്പോൾ വെറും ക്യാപിറ്റൽ എൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ വെറും ക്യാപിറ്റൽ എൽ ഇട്ട് കഴിഞ്ഞാൽ ലെങ്ത്ത് എന്നതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നോർമലി നമ്മൾ സ്മോൾ എൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ എൽ യൂസ് ചെയ്യുമല്ലോ. ആ ഒരു സിമ്പിളായിട്ടല്ല ഇവിടെ നമ്മളിത് ഇട്ടത്. അതുകൊണ്ട് അത് പ്രത്യേകം എടുത്തു പറയാൻ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും? ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിലിടും. അപ്പോൾ അങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് വെറും ഒരു റെപ്രസെൻറ്റേഷൻ അല്ല, മറിച്ച് ഡയമെൻഷൻ എന്നതിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയായിട്ട് എക്സ്പ്രസ് ചെയ്തതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടുന്നത്. അപ്പോൾ ലെങ്ത്തിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യൽ ക്യാപിറ്റൽ എൽ, മാസിന് ക്യാപിറ്റൽ എം, ടൈമിന് ക്യാപിറ്റൽ ടി. കണ്ടോ? ഡയമെൻഷൻ ഓഫ്. പേടിക്കേണ്ട കേട്ടോ, ഞാനൊന്നും വിശദമായിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ, പറയാൻ പോകുന്നേ ഉള്ളൂ. ഇത് നമ്മൾ ഈ സിമ്പിൾസിനെ കുറിച്ച് മാത്രമേ ഇപ്പോൾ സംസാരിക്കുന്നുള്ളൂ. ഇലക്ട്രിക് കറൻറ്റിൽ നോക്കൂ, ക്യാപിറ്റൽ എ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഐ രണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടെമ്പറേച്ചറിന് കെൽവിൻ്റെ കെ, ക്യാപിറ്റൽ കെ അല്ലെങ്കിൽ തീറ്റ, ഇത് രണ്ടും ഉപയോഗിക്കാറുണ്ട്. ഡയമെൻഷൻ ഓഫ് ലൂമിനസ് ഇൻറ്റൻസിറ്റി CD, കാൻഡില ഓർമ്മ ഉണ്ടല്ലോ, CD, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് മോള്. അതിൽ ഇത് രണ്ടും നമ്മൾ വളരെ റയർലി ആണ് നമ്മൾ ഉപയോഗിക്കുക. ഇത് മൂന്നും ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ഇത് യൂസ് ചെയ്യും. ഇത് നമുക്ക് സെക്കൻഡ് ഇയറിലാണ് കാര്യമായിട്ട് വരിക. ഇത് മെക്കാനിക്സ് ആണ്. ഇപ്പോൾ നമുക്ക് +1 പാർട്ട് 1 ബുക്കിനെ മൊത്തത്തിൽ ഒരു പേരിട്ട് വിളിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക? മെക്കാനിക്സ് എന്നാണ്. പാർട്ട് 1 മൊത്തം ബുക്കിനെ നമുക്കൊരൊറ്റ പേരിട്ട് വിളിക്കണമെങ്കിൽ നമുക്ക് മെക്കാനിക്സ് എന്ന് വിളിക്കാം. ആ മെക്കാനിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കാര്യമായിട്ട് ഈ മാസ്, ലെങ്ത്ത്, ടൈം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്നർത്ഥം. എല്ലാത്തിൻ്റെയും സിമ്പിൾസ് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കുക. ഇനി നോക്കൂ, ഇപ്പോഴും ഞാൻ ഡയമെൻഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഇനി പറയാൻ പോവാണ്. കണ്ടോ? ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നോക്കൂ, ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആർ the powers to which the fundamental quantities must be raised to represent that quantity completely. നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഒരു ഐഡിയ കിട്ടിക്കൊള്ളണമെന്നില്ല, പേടിക്കണ്ട. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ നോക്കൂ, സ്പീഡ് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. എന്താ ഇക്വേഷൻ? എന്താ? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ.
അല്ലേ? ഇതല്ലേ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പീഡിൻ്റെ ഡയമെൻഷൻ ഒന്ന് കണ്ടു നോക്കാം. സ്പീഡിൻ്റെ ഡയമെൻഷൻ അപ്പോൾ നമ്മൾ എന്താ എഴുതുക? സ്പീഡിനെ സ്ക്വയർ ബ്രാക്കറ്റിലിടുക, അപ്പോൾ ഡിസ്റ്റൻസിനെ സ്ക്വയർ ബ്രാക്കറ്റിലിടുക, ടൈമിനെ സ്ക്വയർ ബ്രാക്കറ്റിലിടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കൂ, ലെങ്ത്ത് എന്ന് പറയുന്നത് വെറും ലെങ്ത്ത് മാത്രമല്ല, ബ്രെഡ്ത്തും ഒരു ലെങ്ത്താണ്, ഹൈറ്റ് ലെങ്ത്താണ്, തിക്നെസ് ലെങ്ത്താണ്, ഡിസ്റ്റൻസ് ലെങ്ത്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ലെങ്ത്താണ്, റേഡിയസ് ലെങ്ത്താണ്, ഡയമീറ്റർ ലെങ്ത്താണ്, ആർക്ക് ലെങ്ത്താണ്. അതൊക്കെ ലെങ്ത്ത് എന്നുള്ള കാറ്റഗറി. ലെങ്ത്ത് ഒരൊറ്റ കാറ്റഗറിയിൽ അവർക്ക് വിടുക. മനസ്സിലായോ? അതൊക്കെ ഒരൊറ്റ കാറ്റഗറിയിലാണ് വിടുക. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത്താണ്. ലെങ്ത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ? എൽ ഡിവൈഡഡ് ബൈ ടൈമിൻ്റെത് എന്താ? ക്യാപിറ്റൽ ടി. ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടാം, ഇടാതിരിക്കാം. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ഡൗട്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇടാം. സംശയകരമായ സാഹചര്യത്തിലാവുമ്പോൾ നമ്മൾ എന്തായാലും സ്ക്വയർ ബ്രാക്കറ്റ് ഇടാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ നമുക്ക് എന്താ കിട്ടുക? എൽ ടി റേസ് ടു -1 എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഡയമെൻഷൻസ് ഓഫ് സ്പീഡ് ഈക്വൽ ടു എൽ ടി റേസ് ടു -1. ഇതല്ലേ കിട്ടിയിട്ടുള്ളത്? ഓക്കെ, ഇനി നമ്മൾ ഡെഫിനിഷൻ നോക്കാം. Dimensions of a physical quantity are the powers or exponents, power ആണ് എന്ത്, to which the fundamental quantities must be raised, എന്തിന്? to represent that quantity. സ്പീഡ് എന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉയർത്തിയ പവേഴ്സിൻ്റെ പേരാണെന്ത്? ഡയമെൻഷൻസ് എന്നുള്ളത്. അപ്പോൾ സ്പീഡ് എന്ന ഫണ്ടമെൻ്റൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഇവിടെ വരുന്നോക്കാരാ? ഫണ്ടമെൻ്റലാണ് ആണല്ലോ. ലെങ്ത്ത് ഫണ്ടമെൻ്റൽ അല്ലേ? അപ്പോൾ ലെങ്ത്ത് ഇവിടെ ഉയർത്തിയ പവർ എത്ര? 1. ടൈം ഫണ്ടമെൻ്റലാണ്, അത് ഉയർത്തിയ റൈസ് ചെയ്ത പവർ എത്രയാണ്? -1. ദാറ്റ് ഈസ് -1. മനസ്സിലായോ? അപ്പോൾ എൽ റേസ് ടു 1 ടി റേസ് ടു -1. അപ്പോൾ സ്പീഡിൻ്റെ ഡയമെൻഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? 1 ഇൻ ലെങ്ത്ത് -1 ഇൻ ടൈം. ഈ പവറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ? ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിനെ എക്സ്പ്രസ് ചെയ്യാൻ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി, ഇത് എല്ലും ടി ഒക്കെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉയർത്തിയ പവേഴ്സിൻ്റെ പേരാണെന്ത്? ഡയമെൻഷൻസ് ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി. അപ്പോൾ ഡയമെൻഷൻസ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പീഡിൻ്റെ ഡയമെൻഷൻ എന്തെന്ന് ചോദിച്ചാൽ പറയേണ്ടത് ശരിക്കും 1 ഇൻ ലെങ്ത്ത് -1 ഇൻ ടൈം എന്നാണ് പറയേണ്ടത്. ഇനി അതിന് പകരം നമ്മൾ എൽ ടി റേസ് ടു -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലായി. ഓക്കെ, അത് വളരെ വ്യക്തമായി. എൽ ടി റേസ് ടു -1 എന്ന് പറഞ്ഞാൽ നോക്കൂ, മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കൂ, ഡെൻസിറ്റി. നിങ്ങൾക്കറിയാം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അറിയാം സാന്ദ്രത അല്ലേ? മാസ് ഡിവൈഡഡ് ബൈ വോളിയം, വ്യാപ്തം. മാസ് ഡിവൈഡ് ബൈ വോളിയത്തിൻ്റെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. സിമ്പിൾ ഇക്വേഷൻ ഏതാ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഡയമെൻഷൻസ് ഓഫ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ മാസിൻ്റെ ഡയമെൻഷൻ അതാരാ? ക്യാപിറ്റൽ എം. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ ലെങ്ത്തുകളല്ലേ? ആണ്. അപ്പോൾ എൽ എൽ എൽ. അപ്പോൾ എൽ ക്യൂബ് എന്ന് വരൂല ഇവിടെ? ആ എൽ ക്യൂബ് മുകളിലേക്ക് വരുമ്പോൾ എന്താവും? എൽ റേസ് ടു -3 ആണല്ലോ. 1/L ക്യൂബാണ് എൽ റേസ് ടു -3. അപ്പോൾ എം എൽ റേസ് ടു -3. എന്നിട്ട് ഞാൻ ഇവിടെ എഴുതി നോക്ക്, എം റേസ് ടു 1 എൽ റേസ് ടു -3 ടി റേസ് ടു 0. അതെന്താ? നമുക്ക് ശരിക്കും എന്താ എഴുതിയാൽ മതി? ഇത് മാത്രം എഴുതിയാൽ മതിയല്ലോ. എം എൽ റേസ് ടു -3 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ അതിനിങ്ങോട്ട് ഞാൻ വിശദമായിട്ട് എഴുതി എം റേസ് ടു 1 എൽ റേസ് ടു -3 ടി റേസ് ടു 0. എം റേസ് ടു 1 എഴുതിയത് ഓക്കെ, അത് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ 1 ഉണ്ട് ഓൾറെഡി. ടി റേസ് ടു 0 നമ്മൾ എന്താ എഴുതിയത്? ടൈമിൽ ഡയമെൻഷൻ ഇല്ലട്ടോ, 0 ഇൻ ടൈം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞതാ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന പിന്നെ എ റേസ് ടു 0 എന്ന് എഴുതണ്ടേ അല്ലേ? എ റേസ് ടു 0 മോൾ റേസ് ടു 0 ഏതൊക്കെ എഴുതണ്ടേ? നോക്കൂ, വേണ്ട. ഇതും എഴുതണമെന്നുണ്ടോ? എഴുതണമെന്നില്ല. പിന്നെ എന്തിനാണ് എഴുതിയത്? നമ്മൾ മെക്കാനിക്സ് ഡീൽ ചെയ്യുമ്പോൾ ഏതൊരു ക്വാണ്ടിറ്റിയും അവിടെ ഉണ്ടാക്കുന്നത് സാധാരണ എന്ത് വെച്ചിട്ടാണ്? മാസ്, ലെങ്ത്ത്, ടൈം വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവരെ 3 പേരെയാണ്. അപ്പോൾ പ്രതീക്ഷിച്ച ടൈം ഇതിലില്ലട്ടോ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത്. അത് വേറൊന്നുമില്ല. നമ്മൾ പ്രതീക്ഷിച്ച ടൈം ഇതിലില്ലട്ടോ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. മനസ്സിലായോ? അത്രേ ഉള്ളൂ അത്. അപ്പോൾ therefore hence dimensions of density are 1 in mass -1 in length. That's enough. 0 in time വേണമെങ്കിൽ കൊടുക്കാം, കൊടുക്കാതിരിക്കാം. ഇത്രയും കൊടുത്താൽ എം എൽ റേസ് ടു -3 is all right. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് റേസ് ചെയ്ത പവേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡയമെൻഷൻസ് എന്ന് വിളിക്കുന്നത്. വ്യക്തമായല്ലോ? ഓക്കെ,
ഇനി നോക്കൂ ഈ ഒരു ടേം ഡയമെൻഷണൽ ഫോർമുല എന്താണ്. അപ്പോൾ ഡയമെൻഷൻസ് ഇപ്പോൾ പറഞ്ഞു. ഈ ഡയമെൻഷണൽ ഫോർമുല പറഞ്ഞാൽ ഏതൊക്കെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെ പവേഴ്സിനെ ആണോ റേസ് ചെയ്തിട്ടുള്ളത് അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഫോർമുലനെയാണ് ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കണ്ടത് എന്താ, സ്പീഡിൻ്റെ എന്ത് കണ്ടു, എൽ ടി റേസ് ടു -1, ഇത് സ്പീഡിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയാണ്. ഡെൻസിറ്റിൻ്റെ എം എൽ റേസ് ടു -3, ഇത് ഡെൻസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുലയാണ്. The expression which shows how and which of the fundamental quantities represent the dimensions of a physical quantity is called a dimensional formula of the given physical quantity. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ പവേഴ്സിന് 1 in മാസ് -3 in ലെങ്ത് എന്ന് പറയുമ്പോൾ അതെന്തായി, ഡയമെൻഷനായി. ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എന്തായി, ഡയമെൻഷണൽ ഫോർമുലയായി. ആ ടേമിനെ പരിചയപ്പെടുത്തിയാണ്. ഓക്കെ, ഒരേ കാര്യത്തിന് വ്യത്യസ്ത രൂപത്തിലും. ഈ ഫോർമുല എന്താണ്, സോറി ഇത് യെസ് ഡയമെൻഷൻ ഫോർമുലേൻ്റെ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഒന്നുകൂടി കാണിച്ചതാണ്. കുഴപ്പമില്ലല്ലോ. ഡയമെൻഷണൽ ഫോർമുല ഡെൻസിറ്റിൻ്റെത് സ്പീഡിൻ്റെത് കാണിച്ചു. ഇനി നോക്കൂ ഡയമെൻഷണൽ ഇക്വേഷൻ എന്താ. ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആരാ, ഈക്വൽ ടു സൈൻ ഉള്ളതിനാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്പീഡിൻ്റെ ഡയമെൻഷൻ നോക്കൂ, ഇപ്പോൾ സ്പീഡിൻ്റെതാണെങ്കിൽ ഡയമെൻഷൻസ് ഓഫ് സ്പീഡ് ഈക്വൽ ടു എൽ ടി റേസ് ടു -1. ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഡയമെൻഷൻസ് ഓഫ് സ്പീഡ് എന്നാ, കാരണം ഇതിലൊന്നിലധികം ആളുണ്ട്. ഡയമെൻഷൻ ഓഫ് ലെങ്ത്, ഡയമെൻഷൻ ഓഫ് മാസ്, കാരണം അതിലൊക്കെ ഓരോരുത്തരുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ദ ഇക്വേഷൻ ഒബ്റ്റൈൻഡ് ബൈ ഇക്വേറ്റിംഗ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിത്ത് ഇറ്റ്സ് ഡയമെൻഷൻ ഫോർമുല ഈസ് കോൾഡ് എ ഡയമെൻഷണൽ ഇക്വേഷൻ. ദിസ് ഈസ് ദ ഡയമെൻഷണൽ ഇക്വേഷൻ. മനസ്സിലായല്ലോ? അതുപോലെ ഡെൻസിറ്റിയുടെ ഇതുപോലെ നമുക്ക് കൊടുക്കാം. ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് വെലോസിറ്റിൻ്റെ ഇതാണ് ഡയമെൻഷണൽ ഇക്വേഷൻ. ഡെൻസിറ്റിൻ്റെത് ഓക്കെ, വെലോസിറ്റിൻ്റെതും എൽ ടി റേസ് ടു -1 തന്നെയാണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്ത ചില ടേംസുകളെയും കൂടെ നമുക്ക് പരിചയപ്പെടാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റൻസ്. ആദ്യത്തെ നോക്കൂ, ഡയമെൻഷണൽ വേരിയബിൾ. ഡയമെൻഷണൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ആ ക്വാണ്ടിറ്റിയുടെ വാല്യൂ എപ്പോഴും എന്തല്ല, കോൺസ്റ്റൻ്റ് അല്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അത് വേരിയബിളാണ്. എന്നാൽ അതിനെന്തുണ്ട് താനും, ഡയമെൻഷൻ ഉണ്ട് താനും. അതിനാണ് ഡയമെൻഷണൽ വേരിയബിൾസ് എന്ന് വിളിക്കുക. നോർമലി നമ്മൾ ഡീൽ ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒക്കെ ഏത് കാറ്റഗറിയിലാണ് പെടുക, ഡയമെൻഷണൽ വേരിയബിൾസിലാണ് പെടുക. കാരണം അവരുടെ വാല്യൂ കോൺസ്റ്റൻ്റ് അല്ല, അവങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കും. മാത്രമല്ല അവർക്കൊക്കെ എന്തുണ്ട് താനും, ഡയമെൻഷൻസ് ഉണ്ട് താനും. അപ്പോൾ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് പൊസസ് ഡയമെൻഷൻസ് ആൻഡ് ഹാവ് വേരിയബിൾ വാല്യൂസ് ആർ കോൾഡ് ഡയമെൻഷണൽ വേരിയബിൾസ്. മനസ്സിലായോ? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് പൊസസ് ഡയമെൻഷൻസ്, അവർക്ക് ഡയമെൻഷൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ അവരുടെ വാല്യൂ കോൺസ്റ്റൻ്റ് അല്ല. എക്സാമ്പിൾ നോക്കൂ, ഇപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 100 മീറ്റർ സ്ക്വയർ, ഒരു എക്സാമ്പിൾ പറയാം. അതെപ്പോഴും 100 മീറ്റർ സ്ക്വയർ തന്നെ ഉണ്ടാവുക ആണോ? അല്ല, അതിന് പല വാല്യൂസ് ഉണ്ടാവില്ലേ. 100 മീറ്റർ സ്ക്വയർ മാത്രം ഏരിയക്ക് ഉണ്ടാകുക, പല വാല്യൂസ് ഉണ്ടാവും. അതോടൊപ്പം അപ്പോൾ എന്നാൽ ഏരിയക്ക് എന്തുണ്ട്, ഡയമെൻഷൻ ഉണ്ട് താനും. വോളിയം, വെലോസിറ്റി, ഫോഴ്സ്, മൊമെൻറ്റം, ആക്സിലറേഷൻ എന്ന് തുടങ്ങി നമ്മൾ ഡീൽ ചെയ്യുന്ന 99% അല്ലെങ്കിൽ അതിലധികവും ആരായിരിക്കും, ഡയമെൻഷണൽ വേരിയബിൾസ് ആയിരിക്കും. ഓക്കെ, എന്നാൽ ഡയമെൻഷണൽ കോൺസ്റ്റൻസും ഉണ്ട്. ഡയമെൻഷൻ ഇല്ലാത്ത വേരിയബിൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാം. ഡയമെൻഷൻലെസ് വേരിയബിൾ, അവരുടെ വാല്യൂ വേരിയബിളാണ്, എപ്പോഴും കോൺസ്റ്റൻ്റ് എന്നല്ല, പക്ഷെ അവർക്ക് എന്തില്ല, ഡയമെൻഷൻ ഇല്ല. അങ്ങനെ ഉണ്ടാവുമോ? വാല്യൂ വേരിയബിളാണ്, മാറിക്കൊണ്ടിരിക്കും, പക്ഷെ അവർക്ക് എന്തുണ്ടാവില്ല, ഡയമെൻഷൻ ഉണ്ടാവില്ല. ഉണ്ട്. എക്സാമ്പിൾ നോക്കാം, നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിൾ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടോ, പ്ലെയിൻ ആംഗിൾ അവർക്ക് ഡയമെൻഷൻ ഇല്ല. എന്നാൽ ആംഗിളിൻ്റെ വാല്യൂ എപ്പോഴും ഇങ്ങനെ π റേഡിയൻ ആണോ, π/2 റേഡിയൻ ആണോ, അല്ലേ? 90 ഡിഗ്രി ആണോ, 45 ഡിഗ്രി ആണോ എപ്പോഴും ഉണ്ടാവുക? അല്ല. അപ്പോൾ വേരിയബിൾ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇനി ഡയമെൻഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്. പ്ലെയിൻ ആംഗിളിന് ഡയമെൻഷൻ ഇല്ലേ? ഇല്ല. കാരണം പ്ലെയിൻ ആംഗിളിൻ്റെ ഇക്വേഷൻ എന്താ, ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് ആണ്. അപ്പോൾ നമുക്ക് ഡയമെൻഷൻ എടുത്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, ആർക്ക് ലെങ്ത് ഡിവൈഡ്, അപ്പോൾ ലെങ്ത്തിൻ്റെ എന്താ, എൽ ഡിവൈഡഡ് ബൈ റേഡിയസ് എന്ന് പറഞ്ഞതും അതൊരു ലെങ്ത് അല്ലേ, ആണ്. അപ്പോൾ l⁻1 ഇൻറ്റു l⁻−1 ഈക്വൽ എന്താ കിട്ടുക, l⁻0 എന്ന് വെച്ചാൽ ഡയമെൻഷൻ ഇല്ല. ഇപ്പോൾ പവറിനാണല്ലോ ഡയമെൻഷൻ. l⁻0 പറഞ്ഞാൽ m⁻0 l⁻0 t ബാക്കിയുള്ളതൊക്കെ 0 അങ്ങനെ കൊടുത്താൽ പോരെ. അപ്പോൾ ഡയമെൻഷൻ ഇല്ല. അതുപോലെ നമുക്ക് സോളിഡ് ആംഗിൾ ഒമേഗൻ്റെ ഇക്വേഷൻ നമ്മൾ എന്താ പറഞ്ഞത്, ഇൻ്റർസെപ്റ്റഡ് ഏരിയ ഡിവൈഡഡ് ബൈ റേഡിയസ് സ്ക്വയർ എന്നാണ്. അപ്പോൾ നോക്കൂ, അതിൻ്റെ ഡയമെൻഷൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക,
ഏരിയൻ്റെ ഡയമെൻഷൻ എന്താ? ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സിമ്പിൾ എക്സാമ്പിൾ അല്ലേ, സിമ്പിൾ ഇക്വേഷൻ. അപ്പോൾ എൽ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ റേഡിയസ് എന്താ? ലെങ്ത്ത്, അതിൻ്റെ സ്ക്വയർ. അപ്പോൾ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ഈക്വൽ ടു 1 കിട്ടുക. അത് 1 എന്ന് പറഞ്ഞാൽ എന്താ? എനിത്തിങ് റൈസ് ടു 0 ഈസ് 1. ഡയമെൻഷൻ ഇല്ല. സോളിഡ് ആംഗിളിന് എപ്പോഴും ഒരു വാല്യൂ ആണോ? അല്ല. അപ്പോൾ ഡിഫറെൻറ്റ് വാല്യൂസ് വരാം, പക്ഷെ അതിന് ഡയമെൻഷൻ ഇല്ല. അടുത്ത് നോക്കൂ, റിലേറ്റീവ് ഡെൻസിറ്റി ഓർ സ്പെസിഫിക് ഗ്രാവിറ്റി. രണ്ടും തന്നെ. റിലേറ്റീവ് ഡെൻസിറ്റി അതിൻ്റെ വേറെ പേരാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. എന്താ സാധനം? ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്നാണ്. ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ ന്യൂമറേറ്ററിൽ ആരാ? ഡെൻസിറ്റി. ഡിനോമിനേറ്ററിൽ വരാ ഡെൻസിറ്റി. അപ്പോൾ ഡെൻസിറ്റിൻ്റെയും ഡയമെൻഷൻസ് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഡയമെൻഷൻ ഉണ്ടാവില്ല. മറ്റൊരു ക്വാണ്ടിറ്റി ഓഫ് സ്ട്രെയിൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ എക്സാമ്പിൾസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ട്രെയിൻ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി. സ്ട്രെയിൻ ഇപ്പോൾ നോക്കൂ, ഒരു റബ്ബറിനെ നമ്മൾ വലിച്ചു പിടിച്ച്, അപ്പോൾ റബ്ബർ സ്ട്രെയിൻഡ് ആയി. അപ്പോൾ എങ്ങനെ? അപ്പോൾ ലെങ്ത്തിലാണ് അവിടെ സ്ട്രെയിൻ സംഭവിച്ചത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്താ സ്ട്രെയിൻ എത്രയെന്ന് വെച്ചാൽ പറയില്ല, എന്താ പറയുക? ചേഞ്ചിങ് ലെങ്ത്ത് അല്ലെങ്കിൽ കൂടിയ ലെങ്ത്ത് ഡിവൈഡഡ് ബൈ ആദ്യമുള്ള ലെങ്ത്ത്. കൂടിയ ലെങ്ത്ത് ഡിവൈഡഡ് ബൈ ആദ്യ ലെങ്ത്ത്. ലെങ്ത്ത് ആയതുകൊണ്ട് നമ്മൾ ചേഞ്ചിങ് ലെങ്ത്ത് ബൈ ഒറിജിനൽ ലെങ്ത്ത്. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ആദ്യമുള്ള ലെങ്ത്ത്. മനസ്സിലായല്ലോ? അത് എപ്പോഴും ലെങ്ത്തിലാവില്ല, ചിലപ്പോൾ വോളിയത്തിലായിരിക്കും മാറ്റം ഉണ്ടാവുക. അപ്പോൾ ഒരു ബലൂൺ, ഇൻഫ്ലേറ്റഡ് ബലൂൺ എന്ന് പറഞ്ഞാൽ വീർപ്പിച്ച ബലൂൺ. അപ്പോൾ അതിൻ്റെ വോളിയമാണ് കൂടുന്നത് അല്ലേ? വോളിയം കൂടി. അപ്പോൾ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം എന്നാണ് അത്തരം സന്ദർഭത്തിൽ. ജനറലായിട്ട് നമ്മൾ എന്ത് പറയും? ചേഞ്ച് ഇൻ സൈസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ സൈസ് എന്ന് പറയും ജനറലി. മനസ്സിലായോ? ചേഞ്ച് ഇൻ സൈസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ സൈസ്. അറിയോ? ഓക്കെ, യെസ്. അപ്പോൾ എന്താണെങ്കിലും ശരി, ന്യൂമറേറ്ററിൽ ചേഞ്ചിങ് ലെങ്ത് ആണെങ്കിൽ ഡിനോമിനേറ്ററിലും എന്തായിരിക്കും? ലെങ്ത് തന്നെ ആയിരിക്കും. അപ്പോൾ ലെങ്ത്തും ക്യാൻസൽ ചെയ്തു പോകും. മനസ്സിലായോ? ഇതാണ് രീതി. ഓക്കെ. അതുപോലെ ചേഞ്ച് ഇൻ വോളിയാണ് ഡിനോമിനേറ്ററിലും വോളിയം ആയിരിക്കും. അപ്പോൾ സ്ട്രെയിനിന് വാല്യൂ ഡിഫറൻ്റ് ആയിരിക്കും, പക്ഷേ അതിനെന്തില്ല? ഡയമെൻഷൻ ഇല്ല. വാല്യൂ ഡിഫറൻ്റ് ആണ്, പക്ഷേ ഡയമെൻഷൻ ഇല്ല. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? പോയിന്റ് ക്ലിയർ അല്ലേ? ഞാൻ അടുത്തതിലേക്ക് പോട്ടെ. ഓക്കെ, അടുത്ത് നോക്കൂ. അപ്പോൾ ഡയമെൻഷൻലെസ് വേരിയബിൾ, ഡയമെൻഷണൽ വേരിയബിൾ പഠിച്ചു, ഡയമെൻഷൻലെസ് വേരിയബിളും പഠിച്ചു കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കൂ. ഡയമെൻഷണൽ കോൺസ്റ്റൻസ്. കോൺസ്റ്റൻ്റ് ആണ്, അവരുടെ വാല്യൂ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ അവർക്ക് എന്തുണ്ട്? ഡയമെൻഷൻ ഉണ്ട്, പക്ഷേ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. The physical quantities which possess dimensions and have constant values are called dimensional constant. ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് രണ്ടെണ്ണം. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റും പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റും. എന്താ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിലെ? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് കേട്ടില്ലേ? നമ്മൾ 9th പഠിച്ചിട്ടുള്ളതാണ്. ന്യൂട്ടൺസ് ഗ്രാവിറ്റേഷണൽ ലോ അല്ലേ? M1 M2 രണ്ട് മാസ് ഉണ്ടെങ്കിൽ ഇഫ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് R, അങ്ങനെയാണെങ്കിൽ എവറി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് എവറി അതർ ബോഡി എന്നാണ്. എവറി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് എവറി അതർ ബോഡി വിത്ത് എ ഫോഴ്സ് which is given by Gm1 M2 divided by R square. ഈ ഇക്വേഷൻ നിങ്ങൾ 9th ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷനാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻ. F ഫിസിക്കൽ ക്യാപിറ്റൽ G M1 M2 by R square. അല്ലെങ്കിൽ ഇത് സ്മോൾ എം ഇത് ക്യാപിറ്റൽ എം ആണെങ്കിൽ Gm by R square, where R is the distance between them. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ എന്തുണ്ടാക്കൽ? ക്യാപിറ്റൽ ജീൻ്റെ ഡയമെൻഷൻ ഉണ്ടാക്കുക. അപ്പോൾ ക്യാപിറ്റൽ ജീനെ നമുക്ക് എന്ത് എഴുതാം? ക്യാപിറ്റൽ G is equal to FR square divided by M1 M2 എന്ന് മാർക്ക് ചെയ്യാം. മനസ്സിലായോ? എന്നിട്ട് ഓരോരുത്തർക്കും ഡയമെൻഷൻ കൊടുക്കണം. അതെങ്ങനെ കൊടുക്കുക എന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പോൾ ഞാൻ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിന് ഡയമെൻഷൻ ഉണ്ട്, പക്ഷേ അതിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. അത് മാത്രമേ ഈ സന്ദർഭത്തിൽ നമ്മൾ പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് സംസാരിക്കാനുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനുണ്ട്. അടുത്ത നമുക്ക് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ഒരു പക്ഷേ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് സ്ട്രക്ചർ ഓഫ് ആറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ അല്ലെങ്കിൽ HF. ന്യൂ പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. ന്യൂ ഗ്രീക്ക് ആൽഫബറ്റാണ്. എനർജിയാണിത്. അല്ല അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചോളൂ. ഓക്കെ. ഫിസിക്സിൽ നമുക്കിത് വരുന്നുണ്ട്. ഫിസിക്സിൽ നമുക്കിത് ഈ ഇക്വേഷൻ പഠിക്കാനുള്ളത് +2 എത്തിയിട്ടാണ്. ഈ എച്ചിൻ്റെ പേരാണ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് അല്ലേ? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് വാല്യൂ എത്ര? 6.66 × 10⁻, അല്ലെങ്കിൽ 67 × 10⁻⁻11 ആണ് അതിൻ്റെ വാല്യൂ. അതുപോലെ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് 6.34 × 10⁻⁻34 സെക്കൻഡാണ്. ഓക്കെ, 34 ജൂൾ സെക്കൻഡ്.
ഞാൻ പറഞ്ഞു വരുന്നത് അതിൻ്റെ വാല്യൂ അല്ല ഇപ്പോൾ നമുക്ക് പ്രശ്നം, വാല്യൂ അല്ല. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് എത്ര ഉള്ളൂ, അതിൻ്റെ വാല്യൂ ഒരു കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ അവർക്ക് ഡയമെൻഷൻ ഉണ്ട്. അങ്ങനത്തെ 2 എക്സാമ്പിളാണ് ഞാനിവിടെ സംസാരിച്ചിട്ടുള്ളത്. ഞാൻ അടുത്ത ടൈപ്പിലേക്ക് പോവാണ്. അത് ഡയമെൻഷൻ ലെസ് കോൺസ്റ്റൻറ്റ്. വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ ഡയമെൻഷൻ ഇല്ല. വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ അവർക്ക് ഡയമെൻഷൻ ഇല്ല. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിളാണ് പൈയിലെ 3.14. അതൊരു കോൺസ്റ്റൻ്റ്, എപ്പോഴും അതിൻ്റെ വാല്യൂ 3.14 തന്നെ. വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ അവർക്ക് എന്തില്ലതാനും ഡയമെൻഷൻ ഇല്ല. അതുപോലെ തന്നെയാണ് ഈ ഓയിലേഴ്സ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കും മാത്തമാറ്റിക്സിൽ ഡീൽ ചെയ്യുന്നങ്ങൾ. അതും കോൺസ്റ്റൻ്റ് ആണ്, അതിനും ഡയമെൻഷൻ ഇല്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഇവിടെ? ഡയമെൻഷണൽ വേരിയബിൾ വാല്യൂ കോൺസ്റ്റൻ്റ് ഇല്ല, പക്ഷേ അവർക്ക് ഡയമെൻഷൻ ഉണ്ട്. ഡയമെൻഷൻലെസ് വേരിയബിൾ വാല്യൂ കോൺസ്റ്റൻ്റ് അല്ല, പക്ഷേ ഡയമെൻഷൻ ഇല്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എക്സാമിന് പലപ്പോഴും ചോദിക്കുന്നത്. എക്സാമ്പിൾ എന്തൊക്കെ ഓർക്കുന്നുണ്ടാവും? എന്തൊക്കെ പറഞ്ഞത്? പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ, സ്ട്രെയിൻ, ദെൻ റിലേറ്റീവ് ഡെൻസിറ്റി, ആപേക്ഷിക സാന്ദ്രത, ഓർ അതിൻ്റെ വേറെ പേര് സ്പെസിഫിക് ഗ്രാവിറ്റി. ഇവർക്കൊന്നും ഡയമെൻഷനും ഇല്ല, എന്നാൽ അവരുടെ വാല്യൂ വേരിയബിൾ ആണ് താനും. ഓക്കെ, ഇനി നമുക്ക് വ്യത്യസ്ത ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് നമുക്ക് കണ്ടെത്താം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് നോക്കൂ, ഞാൻ ചെയ്യുന്നത് ഏരിയ. ഓരോന്നിൻ്റെയും ഡയമെൻഷൻസ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, ബൈഹാർട്ട് ആക്കേണ്ടതില്ല. പകരം എന്ത് ചെയ്താൽ മതി, ആ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് അറിഞ്ഞാൽ ഡയമെൻഷൻ ഓട്ടോമാറ്റിക്കലി ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഏരിയൻ്റെ ഇക്വേഷൻ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം? ഏരിയ സ്ക്വയർ ബ്രാക്കറ്റിലിടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ ഫോർമുല എന്താ? എൽ ഇൻറ്റു ബ്രെഡ്ത്തിൻ്റെ എന്താ? എൽ ഈക്വൽ എന്താ കിട്ടുക? എൽ സ്ക്വയർ. അപ്പോൾ ഏരിയൻ്റെ ഡയമെൻഷൻ ഫോർമുല എൽ സ്ക്വയർ എന്ന് കിട്ടി. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്താ? എല്ലിൻ്റെ യൂണിറ്റ് എന്താ? എസ് ഐ യൂണിറ്റ് മീറ്റർ. അപ്പോൾ മീറ്റർ സ്ക്വയർ യൂണിറ്റ് കിട്ടി. മനസ്സിലായോ? റെഡി അല്ലേ? അതുപോലെ നോക്കൂ, അടുത്ത ക്വാണ്ടിറ്റിയിലേക്ക് പോകാം. അടുത്തത് വോളിയം. സപ്പോസ് വോളിയം. അപ്പോൾ വോളിയത്തിൻ്റെ ഡയമെൻഷൻ ഫോർമുല കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ ആദ്യം വോളിയത്തിൻ്റെ ഏതെങ്കിലും ഇക്വേഷൻ അറിയണം. ഏതാ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ വോളിയത്തിനെ സ്ക്വയർ ബ്രാക്കറ്റിൽ, നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ നിങ്ങൾ ഈ ഒരു പാറ്റേണിൽ വേണം ചെയ്യാൻ. ഈക്വൽ ടു അപ്പോൾ എന്താ? ലെങ്ത്തിൻ്റെത് എൽ ഇൻറ്റു ബ്രെഡ്ത്തിൻ്റെത് എൽ ഇൻറ്റു ഹൈറ്റിൻ്റെത് എൽ ഈക്വൽ ടു എന്താ കിട്ടുക? എൽ ക്യൂബ് ഡയമെൻഷൻ ഫോർമുല. അപ്പോൾ അതിൻ്റെ എസ് യൂണിറ്റ് എന്താ? എല്ലിൻ്റെത് മീറ്റർ, ദെൻ മീറ്റർ ക്യൂബ്. കണ്ടാ? ഇത്രേ ഉള്ളൂ. അടുത്ത് നോക്കൂ, അടുത്ത എടുക്കാൻ പോവാണ് ഡെൻസിറ്റി. നമ്മളിപ്പോൾ കണ്ടതാണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ആരാണ്? മാസ് അല്ലേ? സാന്ദ്രത, മാസ് ഡിവൈഡഡ് ബൈ വോളിയം. ക്ലിയർ? അപ്പോൾ ഡെൻസിറ്റിനെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതാ മാസ് ഡിവൈഡഡ് ബൈ വോളിയം. മാസിൻ്റെത് എം, വോളിയത്തിൻ്റെ ഇപ്പം നമ്മൾ കണ്ടു എൽ ക്യൂബ്. അപ്പോൾ ഈക്വൽ ടു എന്താ? എം എൽ റേസ് ടു -3. എൽ ക്യൂബിനെ മേലെ കൊണ്ടുപോയി. അപ്പോൾ യൂണിറ്റോ? കിലോഗ്രാം മാസിൻ്റെത്, മീറ്റർ എല്ലിൻ്റെത്, റേസ് ടു -3. കണ്ടല്ലോ? ഇങ്ങനെയാണ് എസ് ഐ യൂണിറ്റ് ഉണ്ടാക്കുക. അടുത്തത് നോക്കൂ, സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാലോ ഡയമെൻഷൻസ്, അപ്പോൾ ഡിസ്റ്റൻസ് എൽ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ഈക്വൽ ടു എൽ ടി റേസ് ടു -1. അതിൽ എല്ലിൻ്റെ എന്താണ്? മീറ്റർ. ടൈമിൻ്റെ എന്താണ്? സെക്കൻഡ് റേസ് ടു -1. മനസ്സിലായോ? ഓക്കെ, നൗ നോക്കൂ, വെലോസിറ്റി ഇക്വേഷൻ എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിലിട്ടാൽ ഡയമെൻഷൻസ് ഓഫ് വെലോസിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ? ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ വീണ്ടും എന്താ കിട്ടുക? എൽ ടി റേസ് ടു -1. അപ്പോൾ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഒരേ ഡയമെൻഷനുള്ള 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരത് പറയാം? ഒരേ ഡയമെൻഷൻസ് ഉള്ള 2 ഫിസിക്കൽ ക്വാണ്ടിറ്റി പറഞ്ഞാൽ സ്പീഡ് ആൻഡ് വെലോസിറ്റി. നല്ല എക്സാമ്പിളാണ് സ്പീഡ് ആൻഡ് വെലോസിറ്റി. നെക്സ്റ്റ് നോക്കൂ, ആക്സിലറേഷൻ.
ആക്സിലറേഷൻ. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലേ? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഇതാണ് ആക്സിലറേഷൻ. മലയാളത്തിൽ ത്വരണം കേട്ടോ. മലയാളം മീഡിയത്തിലെ കുട്ടികൾ പേടിക്കേണ്ട. ത്വരണം. വെലോസിറ്റി എന്താണ്? പ്രവേഗം കേട്ടോ. പ്രവേഗം. ഇപ്പോൾ മനസ്സിലാക്കി വെച്ചാൽ മതി. എന്നിട്ട് മനസ്സിലേക്ക് ആ ഇംഗ്ലീഷ് വേർഡ് ഇപ്പോൾ കയറ്റി കൊടുക്കുക മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടികൾ. അപ്പോൾ ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എന്താണ്? ഡയമെൻഷൻ ഓഫ് ആക്സിലറേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റിൻ്റെ ഡയമെൻഷൻ ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. എന്താ ചേഞ്ച് ഇൻ വെലോസിറ്റി? ഒരു വെലോസിറ്റിയിൽ നിന്ന് വേറൊരു വെലോസിറ്റി മൈനസ് ചെയ്തു, ഒരു പ്രവേഗത്തിൽ നിന്ന് വേറൊരു പ്രവേഗം മൈനസ് ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും എന്താ കിട്ടുക? പ്രവേഗം തന്നെ അല്ലേ? 8 ആപ്പിൾസ് നിന്ന് 3 ആപ്പിൾസ് സബ്ട്രാക്ട് ചെയ്താൽ എന്താ കിട്ടുക? 5 ആപ്പിൾസ് അഗെയിൻ അല്ലേ? 5 ആപ്പിൾസ് അല്ലേ കിട്ടുക? അത് തന്നെയാണ് ഇവിടെ. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോളൂ, വെലോസിറ്റിയിൽ വരുന്ന ചേഞ്ചാണ്. വെലോസിറ്റിയിൽ വരുന്ന ചേഞ്ചിനെ നമുക്ക് എന്ത് എഴുതാം? അതൊരു വെലോസിറ്റി തന്നെയാണ്. ആ വെലോസിറ്റിൻ്റെ എന്താ? L(t)−1 ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അപ്പോൾ L(t)−1 ഇൻറ്റു ഈ ടി മേലെ വന്ന T(-1) ഈക്വൽ ടു L(t)−2 കിട്ടി. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്താ? ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ, ടൈമിൻ്റെത് (s)(2). മനസ്സിലായോ? വ്യക്തല്ലേ? ഓക്കെ, ഞാൻ അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. മീൻസ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത് നമുക്ക് ഫോഴ്സ് ചെയ്യാം. 7th വൺ ഫോഴ്സ്. അപ്പോൾ ഫോഴ്സിൻ്റെ ഏതെങ്കിലും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ഫോഴ്സിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻ എന്താ? MA, F=MA അല്ലേ? അപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എടുത്താലോ? MAൻ്റെ ഡയമെൻഷൻ എടുക്കുക. എമ്മിൻ്റെ ഡയമെൻഷൻ എന്താ? ക്യാപിറ്റൽ എം. ആക്സലറേഷൻ്റെ നമ്മളിപ്പോൾ കണ്ടു L(t)−2. അപ്പോൾ എന്താ കിട്ടുക? ML(t)−2. ഓക്കെ അല്ലേ? അപ്പോൾ യൂണിറ്റ് എന്താ വരിക? മാസിൻ്റെത് കിലോഗ്രാം മീറ്റർ (s)(2). കിലോഗ്രാം മീറ്റർ (s)(2). ഇതിനെ ഫോഴ്സിൻ്റെ യൂണിറ്റിനെ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വിളിക്കൽ ഭയങ്കര റിസ്ക് അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനൊരു ഓമനപ്പേര് ഇട്ടു. ആ ഓമനപ്പേരാണ് ആര്? ന്യൂട്ടൺ. അപ്പം ന്യൂട്ടൺ അറിയുമ്പോൾ ഇതാണ് ന്യൂട്ടൺ എന്ന് അറിയാതെ പോകരുത്. ഇതിനെ വിളിക്കുന്നത്, ഇതാണ് ആക്ച്വൽ യൂണിറ്റ്. ഇതിൻ്റെ ഓമനപ്പേര് നിക്നെയിം മാത്രമാണ് എന്ത്? ന്യൂട്ടൺ. അത് മറന്നു പോകരുത്. റെഡി അല്ലേ? അടുത്ത് നോക്കൂ, മൊമെൻറ്റം. മൊമെൻറ്റം ഫോഴ്സ് ബലം അല്ലേ? മൊമെൻറ്റം ആക്കം അല്ലേ? ആക്കം എന്നാണ് പറയാം. ആക്കം, മൊമെൻറ്റം. എന്താണ് മൊമെൻറ്റം എന്നുള്ളതൊക്കെ ശരിക്കും നമ്മൾ ലോസ് ഓഫ് മോഷനിലെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. ആ മൊമെൻറ്റത്തിന് നിങ്ങൾ അല്ലേ, മൊമെൻറ്റം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മൊമെൻറ്റത്തിനുള്ള സിമ്പിൾ നമ്മൾ P എന്നാണ് കൊടുക്കില്ല. മാസ് ഇൻറ്റു വെലോസിറ്റി എന്നാണ് പറയുന്നത്. ഈക്വേഷൻ അറിയണം. ഒരിക്കലും ഡയമെൻഷനുകൾ ബൈഹാർട്ട് ആക്കേണ്ടിയില്ല. പിന്നെ ഫോഴ്സിൻ്റെ ഒക്കെ അറിയാതെ ബൈഹാർട്ട് ആയിപ്പോകും. നമ്മളിങ്ങനെ യൂസ് ചെയ്ത് എങ്ങനെയുള്ള ഇപ്പോൾ തന്നെ നമ്മൾ ഇത് കംപ്ലീറ്റ് ആവുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് ഒരുവിധം ഡയമെൻഷൻസ് ഒക്കെ നമുക്ക് ബൈഹാർട്ട് ആവും. നോക്കാം. ആ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ ആകുമ്പോൾ ഇതാ ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. ദാറ്റ് ഈസ് മാസിൻ്റെ എന്താണ്? ക്യാപിറ്റൽ എം ഇൻറ്റു വെലോസിറ്റി L(t)−1. അപ്പോൾ എന്താ കിട്ടുക? ML(t)−1. യൂണിറ്റോ? കിലോഗ്രാം മീറ്റർ (s)(1). മനസ്സിലായോ? ഓക്കെ, അടുത്തത് നോക്കൂ. മൊമെൻറ്റം കഴിഞ്ഞു. നെക്സ്റ്റ് വർക്കിൻ്റെ ഇക്വേഷൻ എന്താ? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാ കേട്ടില്ലേ? വർക്ക് ഡൺ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എടുത്താലോ? ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഫോഴ്സൊക്കെ ഇഷ്ടംപോലെ നിരന്തരം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അറിയാതെ ബൈഹാർട്ട് ആവും. ഫോഴ്സിൻ്റെ എന്താ? ML(t)−2 ഇതാ ഇവിടെ ഉണ്ട്. അറിയില്ലെങ്കിൽ വീണ്ടും പോവുക. ഫോഴ്സിൻ്റെ ആരാ? MA. അപ്പോൾ മാസിൻ്റെത് ഇൻറ്റു ആക്സലേഷൻ. അപ്പോൾ ആക്സലേഷൻ അറിയില്ല, അപ്പോൾ വീണ്ടും പോവുക. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ. അപ്പോൾ വെലോസിറ്റി അറിയില്ല, വീണ്ടും പോവുക. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ടേക്കൺ. അങ്ങനെ പോകണം. ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് L ഈക്വൽ ടു ML(2)(t)−2. ഓക്കെ, അപ്പോൾ യൂണിറ്റ് എന്താ വരിക? എമ്മിൻ്റെ എന്താ? കിലോഗ്രാം മീറ്റർ സ്ക്വയർ (s)(2). കിലോഗ്രാം മീറ്റർ സ്ക്വയർ (s)(2) വിളിക്കൽ പ്രയാസമല്ലേ? ആണ്. അപ്പോൾ നമ്മൾ അതിനെന്ത് വിളിച്ചു? ഓമന പേര് എന്ത് വിളിച്ചു? ജൂൾ. അതിനാണ് ജൂൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജൂൾ അറിയാം, ഇതറിയില്ല എന്ന് പറയരുത്. കാരണം ഇതാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഇത് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. അത് ജൂൾ പിന്നെ ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. ഇതും മൊത്തത്തിൽ ഡിറൈവ്ഡ് ആണ്. പക്ഷേ ഇത് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആണ് നമ്മളതിനെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്.
മനസ്സിലായോ? നെക്സ്റ്റ് നോക്കൂ, എനർജി. എനർജിൻ്റെ ഡെഫിനിഷൻ തന്നെ എന്താ? ദ കപ്പാസിറ്റി ടു ഡു വർക്ക് ഈസ് കോൾഡ് എനർജി എന്ന് പറയില്ലേ. കപ്പാസിറ്റി ടു ഡു വർക്ക് ഈസ് കോൾഡ് എനർജി. ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? എനർജി കിട്ടും അല്ലേ? ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് എനർജി കിട്ടും. ആ കിട്ടുന്ന എനർജിയെ, അപ്പോൾ എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോൾ നമ്മളതിന് പറയും എനർജിയാണ്. പക്ഷേ നമ്മൾ പിന്നെ ഓടുന്നു, ചാടുന്നു, വർക്ക് ചെയ്യുന്നു പല രൂപത്തിൽ. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് ആണ്. അപ്പോൾ എനർജിയുടെ പെർഫോമൻസ് ആണ് എന്ത്? വർക്ക്. സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോൾ നമ്മളതിന് എന്താ പറയുക? എനർജി എന്ന്. എന്ന് വെച്ചാൽ രണ്ടും എന്താ? ഒരേ ഡയമെൻഷൻ ആണെന്ന് അർത്ഥം. ഡയമെൻഷൻ ഓഫ് എനർജി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വർക്ക്. ദാറ്റ് ഈസ് ഈക്വൽ ടു ml² T⁻². മനസ്സിലായോ? അപ്പോൾ ഒരേ ഡയമെൻഷൻസ് ഉള്ള രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്തും പറയാം, എനർജിയും വർക്കും പറയാം. നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്, ഐ റിപ്പീറ്റ്, ഡയമെൻഷൻസ് അല്ല പഠിച്ചു വെക്കേണ്ടത്, ഇക്വേഷൻസ് ആണ് പഠിച്ചു വെക്കേണ്ടത്. ഇക്വേഷൻ മനസ്സിലായോ? ഡയമെൻഷൻ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഞാൻ അടുത്ത എടുക്കുകയാണ് പവർ അല്ലേ? വർക്ക് ബൈ ടൈം അല്ലേ പവർ? ഒക്കെ പണ്ട് പഠിച്ചാൽ പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം, റേറ്റ് ഓഫ് വർക്ക് എന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ ഡയമെൻഷൻ എന്താ? വർക്കിൻ്റെത് ഇപ്പോൾ കണ്ടു, ml² T⁻², ഡിവൈഡഡ് ബൈ ടൈമിൻ്റെത് T. അങ്ങനെ ആകുമ്പോൾ എന്താ കിട്ടുക? ml² T⁻3. ഓക്കെ. അപ്പോൾ യൂണിറ്റ് എന്താ ഉണ്ടാവുക? കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ്⁻³ അല്ലേ? T⁻1 ആവും ഇത് മുകളിലെത്തുമ്പോൾ. ഓക്കെ. ഇതിനെ വിളിക്കുന്ന ഓമന പേരാണ് വാട്ട്. WATT, വാട്ട്. ഫുള്ളായിട്ട് എഴുതുമ്പോൾ സ്മോൾ ലെറ്റർ W എഴുതണം, സിമ്പിൾ ഇടുമ്പോൾ ക്യാപിറ്റൽ W. മനസ്സിലായല്ലോ? ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓമന പേരിട്ട് വിളിക്കുകയാണ് നമ്മൾ. യെസ്. നെക്സ്റ്റ് നോക്കൂ, 12 ഞാൻ ഇടുന്നത് പ്രഷർ. പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ പ്രഷറിൻ്റെ ഡയമെൻഷനോ? ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഏരിയ. ഫോഴ്സിൻ്റെ എന്താണ്? ml⁻² ഡിവൈഡഡ് ബൈ L². L ക്യാൻസൽ ചെയ്തു. അപ്പം എന്താ കിട്ടുക? ml⁻1 T⁻². അപ്പോൾ യൂണിറ്റ് എന്താ? കിലോഗ്രാം മീറ്റർ (-1) സെക്കൻഡ്⁻². ഇതിനെ വിളിക്കുന്ന ഓമന പേരാണെന്ത്? പാസ്കൽ. നിങ്ങൾക്കറിയാം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ പ്രഷറിൻ്റെ യൂണിറ്റ് ആണ്. അതും ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും, കാരണം ന്യൂട്ടൺ വേണേൽ അതും കാണിക്കാം. ഓക്കെ. ഇതിന് ഓമന പേര് പാസ്കൽ. ഇനി പ്രഷറിൻ്റെ വേറെ യൂണിറ്റാണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതാണെന്ന് പ്രൂവ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതിന് ന്യൂട്ടൺ ആരാന്ന് അറിയണം. ന്യൂട്ടൺ ആരുടെ യൂണിറ്റാണ്? ഫോഴ്സിൻ്റെ എന്തായിരുന്നു ശരിക്ക്? കിലോഗ്രാം. ഓർക്കുണ്ടോ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നായിരുന്നു, ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഒരു മീറ്റർ ക്യാൻസൽ ചെയ്തു. അപ്പോൾ അതെന്താ കിട്ടുക? കിലോഗ്രാം മീറ്റർ ഡിനോമിനേറ്ററിന് മേലെ പോകുമ്പോൾ -1 സെക്കൻഡ്⁻². കണ്ടോ? ഇതന്നെയല്ലേ ഇത്? കണ്ടോ? ഓക്കെ. അപ്പോൾ ഫുള്ളി നമുക്ക് ബേസിക് യൂണിറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ഓക്കെ. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാണ്ടിറ്റിയാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. കേട്ടോ, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. അതിൻ്റെ സിമ്പൽ എന്താ കൊടുക്കുക? ക്യാപിറ്റൽ ജി. അപ്പോൾ ക്യാപിറ്റൽ ജി ഞാൻ പറയുന്നു, നമുക്കറിയാം F is equal to ക്യാപിറ്റൽ ജി m1m2/r². ഞാൻ നേരത്തെ കാണിച്ചു തന്നു. അപ്പോൾ ജീനെ മാത്രം ഒരു സൈഡിലേക്ക് ആക്കുക. ക്യാപിറ്റൽ ജി is equal to FR² ഡിവൈഡഡ് ബൈ m1m2 എന്ന് കിട്ടുക. ഇനി ഓരോരുത്തരുടെയും ഡയമെൻഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഡയമെൻഷൻസ് ഓഫ് ക്യാപിറ്റൽ ജി ദാറ്റ് ഈസ് ഈക്വൽ എഫിൻ്റെ എന്താ? ml⁻². അപ്പോൾ അതൊക്കെ അറിയണം, അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇൻറ്റു r². ആർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, അപ്പോൾ ഡിസ്റ്റൻസ് സ്ക്വയർ അല്ലേ? ഓർമ്മയില്ലേ? ആ m1m2 മറന്നില്ലല്ലോ. m1m2 r സെപ്പറേഷൻ നിൽക്കുമ്പോഴുള്ള ഫോഴ്സ് ആണത്, ഡിവൈഡഡ് ബൈ m1m2. അപ്പോൾ മാസിൻ്റെ എന്താ? m ഇൻറ്റു m. ഒരു m ക്യാൻസൽ ചെയ്തു. പിന്നെ ഈ എമ്മിനെ മേലെ കൊണ്ടുപോകുമ്പോൾ m⁻1 L³
10⁻². അപ്പോൾ യൂണിറ്റ് എന്താ? യൂണിറ്റ് kg/-1 m³ s/-2. കണ്ടോ? മനസ്സിലായോ? ഓക്കെ അല്ലേ? യെസ്. ഇനി നോക്കൂ, ഇതിനെ വേണമെങ്കിൽ യൂണിറ്റ് നമുക്ക് ഇതിൽ നിന്നും യൂണിറ്റ് ഉണ്ടാക്കാം. അതെങ്ങനെ കാണിക്കാം? ഇവിടുന്ന് ജീനെ നേരെ ഇവിടുന്ന് യൂണിറ്റ് ഉണ്ടാക്കിയാൽ എന്താ കിട്ടുക? ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. r² എന്താ? m². പിന്നെ ഇത് രണ്ടും kg². അപ്പോൾ ഡിനോമിനേറ്ററിലായതുകൊണ്ട് kg/-2. ഇനി ഇതും ഇതിൻ്റെ യൂണിറ്റാണ്, ഇതും യൂണിറ്റാണ്. ഇനി ഇത് അപ്പോൾ ഇത് രണ്ടും സ്വാഭാവികമായിട്ട് എന്താവണം? ഒന്നാവണം. അപ്പോൾ ഒന്നാണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യുക? നേരത്തെ പോലെ എന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദിസ് ഈസ് ഈക്വൽ ടു എൻ എന്താ? kg/s/-2 ഇൻറ്റു, പിന്നെ ഇവിടെ ആരൊക്കെ ഉള്ളത്? ഒരു m² ഉണ്ട്, പിന്നെ ഇൻറ്റു kg/-2. കിലോഗ്രാമും kg/-2 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? kg/-1 അല്ലേ? ഇവിടെ 1 1 -2 -1, പിന്നെ m³, s/-2. ഇതന്നെയല്ലേ ഇത്? മനസ്സിലായോ? വ്യക്തല്ലേ? ഓക്കെ. ഇനിയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, പക്ഷേ ഈ ഒരു സെഷന് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു.